ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ഭാഗങ്ങളിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക, സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നീതിയില്ലാത്ത വിഷയങ്ങൾ കൊണ്ട് ആ സത്യത്തെ തടുക്കുന്നവരെക്കുറിച്ച് വചനം പറയുന്നു. അവർക്കുള്ള പ്രതിഫലം, അവർക്കുള്ള ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്: ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പോൾ ഈ സത്യത്തെ തടുക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സത്യത്തെ തടുക്കുന്ന ശക്തി അനീതി കൊണ്ടാണ് തടുക്കുന്നത്. വചനം പറയുന്നു, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവത്തെ അറിയാം, അവർക്കത് വെളിപ്പെട്ടു, ദൈവം അത് വെളിവാക്കി. അടുത്ത് അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അറിയാം. കാരണം ദൈവം മറഞ്ഞിരുന്ന് ഞാൻ ദൈവം എന്ന് പറയുന്ന ആളല്ല. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. പൗലോസ് റോമാ സഭയോട് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞൊരു സത്യമുണ്ട്, നിങ്ങൾ അറിഞ്ഞതല്ല, നിങ്ങൾക്ക് ദൈവം അറിയിച്ചു തന്നതാണ്. അതാണ് അവിടെ പറയുന്നത്, വെളിവാക്കി തന്നു. അടുത്ത വാക്ക് വ്യക്തിയോട് പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നോക്കിയേ പ്രിയരേ, സത്യത്തെ തടുക്കുന്ന അനീതിയെക്കുറിച്ച് പറയുന്നു. വിവേകമില്ലാത്ത ഹൃദയം അത് ഇരുണ്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയരേ, ഈ സത്യത്തെ അറിഞ്ഞ് ഈ സത്യത്തിൻ്റെ പുറകെ ഇറങ്ങി വന്നിട്ട് വിവേകമില്ലാത്ത ഹൃദയം കൊണ്ട് അനീതിയോടുകൂടി സത്യത്തെ തടുക്കുന്നെങ്കിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഒരുപാട് ജ്ഞാനമായി കഴിഞ്ഞാൽ, ഒത്തിരി കാര്യങ്ങൾ അറിയുമ്പോൾ വചനം പറയുകയാണ്, അവർ മൂഢരായിപ്പോയി, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അതിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ നാൽക്കാലി, ഇഴജാതി, ഇങ്ങനെ വിവിധ സംഭവങ്ങൾ അവർ ഉണ്ടാക്കി അവയുടെ രൂപത സാദൃശ്യത്തിലാക്കി ദൈവ തേജസ്സിനെ മാറ്റിക്കളഞ്ഞു. അവർക്ക് അവരുടെ കൈപ്പണി കൊണ്ടുള്ള ഒരുപാട് ദൈവങ്ങളുണ്ടായി. വേറെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും ഈ സത്യമറിഞ്ഞ് ഈ ദൈവത്തിൻ്റെ വഴിയെ ഇറങ്ങി വന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ മറ്റൊന്നിലേക്ക് തിരിച്ച് സത്യത്തെ തടുക്കുന്നവരെക്കുറിച്ച് വചനം പറയുന്നു, ദൈവകോപം അവരിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ, അറിഞ്ഞ സത്യത്തിനകത്ത് വിശ്വസ്തയോടെ നിന്ന് മറ്റെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വഴിയെ നടപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.